ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള അധ്വാനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഈ ആലപ്പുഴയിൽ വള്ളംകളിയുണ്ട്, വളരെ മനോഹരമാണ് കാണാൻ. അത് കുറച്ച് പേരൊന്നുമല്ല, 100-100-ലധികം പേര് ഒരുമിച്ച് ഒരു വള്ളത്തിലിരുന്ന് ഒരുമിച്ച് തുഴയണം. ആ തുഴച്ചിലിൽ അവർക്കൊരു തുഴയാനായിട്ടൊരു ആക്ഷൻ കിട്ടാൻ വേണ്ടി, ഒരു ആവേശം കിട്ടാൻ അതിനകത്ത് ആ വള്ളത്തിൽ ഇടിച്ച് താളം പിടിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്. ആ പാട്ടും താളവും അവരെ ഒരുമിച്ച് തുഴയാൻ ആവേശമുള്ളവരാക്കും. അതാണ് നമ്മൾ ഈ വള്ളംകളിയിൽ കാണുന്നത്. ഒരുമിച്ച് തുഴയണം. ഒരാൾ വലിക്കുമ്പോൾ അടുത്തയാൾ വലിക്കാതിരിക്കരുത്. ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് തുഴയുമ്പോഴാണ് അത് കുതിക്കുന്നത്. അത് മാറി മാറി ചെയ്താൽ പറ്റില്ല, അതിനൊരു താളമുണ്ട്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിനും ഒരു താളമുണ്ട്. വിശ്വാസത്തിൽ വരുന്നവർ ദൈവത്തെ പാടി നൃത്തം ചെയ്ത് അവനെ ആരാധിച്ച് പുകഴ്ത്തി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഒരു പാട്ടുണ്ട്, ആരാധിച്ച് ആരാധിച്ച് അക്കരെ നാട്ടിൽ പോകാം. ഒരേ താളത്തിൽ ഒരേ നിലയിൽ പാടി ആരാധിക്കുന്ന സമൂഹങ്ങൾ, ഇതെല്ലാം ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങൾ കൂടി ആരാധിക്കുന്ന സഭയിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരേ താളത്തിൽ ഒരേ ഹൃദയത്തിൽ, ഓരോരുത്തർ താന്താൻ്റെ വഴികളിലല്ല, എല്ലാവരും ഒരുപോലെ. അവിടെ ഒരു സഭാ ശുശ്രൂഷകനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ, കാഴ്ചപ്പാടിൽ ഒരുമിച്ച് പോകണം. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ചർച്ചിലും ഉള്ളവർ പല മീറ്റിങ്ങും പങ്കെടുക്കും. സ്വന്തം ചർച്ചിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ വേറെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് പിന്നെ വന്നിട്ട് സ്വന്തം ചർച്ചിനെ കുറ്റം പറയും. ആ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളായിരിക്കുന്ന കൊച്ചു സഭയാണെങ്കിലും ആ സഭയോട് ചേർന്ന് ആ സഭയെ മുന്നോട്ട് കുതിപ്പിക്കാനുള്ള ഒരു ആവേശം നിങ്ങളിലുണ്ടാകണം. ആ പാസ്റ്ററോട് പറയണം, ആ കുടുംബത്തോട് പറയണം, ഞങ്ങൾ പാസ്റ്ററുടെ കൂടെയാണ്, ഒരുമിച്ച് മുന്നോട്ട് തുഴയാം. ഒറ്റക്കെട്ടായി തുഴയുന്ന ഏത് യാത്രയും അത് വേഗത്തിൽ ഉയർച്ചകളിലേക്കും ലക്ഷ്യത്തിലേക്കും ആഘോഷങ്ങളിലും എത്തിക്കും. അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു സത്യം എന്താണ്? ഐക്യത, ഒരേ താളം. അങ്ങനെയുള്ള കുടുംബങ്ങൾ വലിയ വിജയമാകും. ഭാര്യ ഒന്ന്, ഭർത്താവ് വേറെ, പിള്ളേർ വേറെ, ആ മനോഭാവത്തിൽ പോകുന്ന വീടുകളും രക്ഷപ്പെടില്ല. ഒരേ ബന്ധമുള്ളവർക്ക് മാത്രമേ കുടുംബങ്ങൾ ബലപ്പെടുത്താൻ കഴിയൂ, ജീവിതം ബലമുള്ളതാകൂ. സഭ ബലപ്പെടണമെങ്കിൽ എന്നൊരു പാർട്ടി പോലും ഒറ്റക്കെട്ടായി നിൽക്കണം. യേശു പറഞ്ഞു, ഒരു രാജ്യം തന്നെത്താൻ ചിതറിച്ചാൽ പിന്നെ എങ്ങനെ നിൽക്കും? കാരണം യേശുവിനെ അവർ പറഞ്ഞു, നീ ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു പറഞ്ഞു, അങ്ങനെ ഭൂതങ്ങൾ ഒരേ താളത്തിലാണ് പോകുന്നത്. അവർക്കൊരു താളമുണ്ട്. അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഒരു താളത്തിലാണ് അവർ പോകുന്നത്. അവർ ആ കാര്യത്തിൽ ഒന്നിച്ചാണ്. അല്ലാതെ അതിനകത്ത് കുറച്ച് പിശാചുക്കള് സുവിശേഷം അറിയിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. ദൈവമക്കളെ സപ്പോർട്ടൊന്നും ചെയ്യില്ല. അവർക്കെല്ലാം ഒരൊറ്റ പ്രോഗ്രാമാണ്. അവർക്കൊരു വിഷനും ഒരു മിഷനും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തത് പല ദൈവസഭകൾക്കാണ്. പിശാചിനുള്ള വിഷനും മിഷനും ഇല്ല സഭകൾക്ക്. എത്ര അപകടമാണ്! യേശുവിൻ്റെ സഭ ഒരേ ഭാവത്തിൽ ഒരേ ചിന്താഗതിയിൽ ഒന്നിച്ചു പോയാൽ പട്ടണം ഒരു സഭയായി മാറും. നൈജീരിയയിലെ പല സഭകളും 85 ലക്ഷം പേര് 30 ലക്ഷം പേരൊക്കെ ആയിട്ട് വളർന്നതിൻ്റെ പുറകിൽ ഒന്നിച്ചാണ്. ഒരു ദൈവദാസൻ്റെ കീഴെ വിശ്വസ്തയോടെ ഒരേ മിഷനിൽ പോയപ്പോൾ അവരനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ പോകുന്ന സഭകളെല്ലാം അതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നു മുതൽ അത് സംഭവിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശുവേ നീ വേണം,
എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. യേശുവേ യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. യേശുവേ നീ വേണം എന്നെന്നും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. പ്രാണനേക്കാൾ നീ വേണം അരികിലെന്നും നീ വേണം. നിഴലിനേക്കാൾ നീ വേണം. ഞാൻ പാടും എൻ ശ്വാസമേ. എന്നെന്നും എന്നെന്നും എൻ ശ്വാസമേ. എന്നെന്നും എൻ ശ്വാസമേ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരികയാണ്. 66-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. കാരണം എന്താണ്? യേശു എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തോ? ഇല്ല. യേശു എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞോ? ഇല്ല. യേശു എന്തെങ്കിലും ഉപദേശ പിശക് പറഞ്ഞോ? ഇല്ല. എന്താ? യേശു പറഞ്ഞത് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഗ്രഹിക്കാൻ കഴിയാത്തവർ തെറ്റായി ഗ്രഹിക്കും. അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട് തൊട്ട് മുകളിൽ, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്ക് എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. അപ്പം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ യേശു പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞത്, യെശയ്യാവ് പറഞ്ഞത് ഒക്കുന്നു. എന്താ? നിങ്ങൾ കണ്ണുകൊണ്ട് കാണും, ഗ്രഹിക്കുകയില്ല, കേൾക്കും, ഗ്രഹിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. എന്തിനാ? ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട സൗഖ്യവും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹവും കിട്ടാതിരിക്കാൻ നമ്മുടെ കണ്ണടഞ്ഞു പോകുന്നത് എത്ര ഭയങ്കരമാണ്. യേശുവിൻ്റെ അടുത്തുനിന്ന് ഇവർ പോയെന്ന്. പിന്നെ എവിടെ പോയി രക്ഷപ്പെടും ഇവർ? ഒരേ ഒരു വഴി യേശു മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് സുവിശേഷം പറഞ്ഞ ജനങ്ങൾ യേശുവിനെ ഗ്രഹിക്കാതെ പൗലോസ് അവരോട് പറയുന്ന യേശു പറഞ്ഞ അതേ വാക്ക് തന്നെ കോട്ട് ചെയ്ത്
പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ 28-ാമത്തെ അധ്യായം. അതിൽ പറയുന്ന കാര്യം, അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറയാം. 28-23 മുതൽ, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, പൗലോസിൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെയും പ്രസംഗിച്ചു, വിവരിച്ചു. അവർ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോടൊരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്ന് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. എന്നിട്ട് അടുത്തത്, ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുത്തില്ലല്ലോ, വേണ്ട, ഇത് ജാതികൾക്ക് കിട്ടും. അതായത് യഹൂദൻ തള്ളിയപ്പോൾ ജാതികളിലേക്ക് വന്നു. കുറെ പേര് യേശുവിനെ വിട്ടുപോയി, യേശുവിനെ വിശ്വസിച്ചില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു പേരില്ല, യേശുവിനെ വിട്ടുപോയെന്ന്. സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യനായി നടന്നിട്ട് ആ ദൈവപുത്രനെ വിട്ടുപോയി. നമ്മളായിരുന്നെങ്കിലോ, ഞാനാണെങ്കിൽ ആ കാലെ കെട്ടി വീണ് ആ കാല് തന്നെ തടുകി, കാല് കഴുകി വെള്ളം കുടിച്ച് അവിടെ ജീവിക്കും. എത്ര വലിയൊരു ഭാഗ്യം, എത്ര വലിയൊരു പദവിയാണ്. അവർ യേശുവിനെ വിട്ടുപോയി. ഗ്രഹിച്ചാൽ മാത്രമേ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ കഴിയൂ. ദൈവം വരം തരണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് കൂടുതൽ യേശുവിനെ മനസ്സിലാകണം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോശയും പ്രവാചക പുസ്തകങ്ങളെ ആധാരമാക്കി യേശുവിനെ കുറിച്ച് പറഞ്ഞത്. യേശുവാണ് പ്രധാന പോയിന്റ്. യെശയ്യാ പ്രവചനത്തിലെ അറുക്കാനുള്ള ആടുകളെ പോലെ എന്നെ എണ്ണുന്നത് എന്താണെന്ന് ഷണ്ണൻ ചോദിച്ചപ്പോൾ ആ ഭാഗത്തെ ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. ആര്? ഫിലിപ്പോസ്. അവൻ വിശ്വസിച്ചു, സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. എത്ര ഭയങ്കരമായ കാര്യം, യേശുവിനെ വെളിപ്പെടുത്തുക. നമ്മുടെ ജോലി യേശുവിനെ വെളിപ്പെടുത്തുക. എന്നെ ആക്കിയിരിക്കുന്ന നിങ്ങളോട് യേശുവിനെ കുറിച്ച് പറയും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, ആ കർത്താവിനെ നോക്കുക. കർത്താവ് നമ്മളെ ക്ഷമിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം യേശുവാണ്. വെറുതെ പോയ കാലയിലോട്ട് വീഴുക. കർത്താവേ ഞാനിതാ വീഴുകയാണ്. ഒരിക്കൽ ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് 3 ചോയ്സ് തരികയാണ്, ഈ 3 ശിക്ഷയിൽ ഏത് വേണം? ദാവീദ് 3ഉം പറഞ്ഞില്ല. ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഞാൻ വീഴുകയാണ്. ഒറ്റ വീഴ്ച. ദൈവനെ ശിക്ഷിച്ചു, ചെറിയൊരു ശിക്ഷ, അതിനകത്തുള്ളതിൽ ചെറുതൊന്നു കൊടുത്തു. വീഴുക, കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുക. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമാണ്, വീഴുക. എന്തിന്? ആഹാബ് എന്ന് പറയുന്ന രാജാവ് പോലും വളരെ ദുഷ്ടനായ ഒരു മനുഷ്യൻ, അവനോട് പ്രവാചകൻ വന്ന് ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അവൻ വസ്ത്രം കീറി അവനെ തന്നെ സമർപ്പിച്ചു. ഉടനെ ദൈവം, ആ നിമിഷം ദൈവം ക്ഷമിച്ചെന്നാണ്. ഞാൻ അതിശയിച്ചു. ദൈവം കരുണയുടെ ദൈവമാണ്. തൻ്റെ അടുക്കൽ ആര് വന്നാലും തള്ളിക്കളയില്ല. ഈ കർത്താവിനെ ഇട്ടേച്ച് എവിടെ പോകുന്നെന്ന്? ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാതെ എങ്ങനെ നമുക്ക് ഉയർച്ചയുണ്ടാകും?
തക്ക സമയത്ത് ഉയർത്തുന്ന ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് നിങ്ങൾ മാറരുത് എന്ന് ഞാൻ നിങ്ങളോട് കൂപ്പുകൈകളോടെ പറയാം. യേശു നിങ്ങളുടെ വീടിനെ ഉയർത്തും. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റു പലതിനെ മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് യേശുവിലാണ്. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ഉണ്ടെങ്കിലും ആ സാക്ഷികളെ ഒന്നും നോക്കണ്ട. മോശെ നോക്കണ്ട, ഹാനോക്കിനെ നോക്കണ്ട, ഏലിയാവിനെ നോക്കണ്ട, അബ്രഹാമിനെ നോക്കണ്ട. വിശ്വാസത്തിൻ്റെ നായകൻ അവൻ പൂർത്തിയാക്കും. ഫിലിപ്പി ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ആരംഭിച്ചവൻ പൂർത്തിയാക്കും. ക്രിയേറ്റർ ആൻഡ് കംപ്ലീറ്റർ. ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. നിങ്ങളുടെ കുടുംബം ആരംഭിച്ചത് യേശുവാണെങ്കിൽ കർത്താവ് അത് നോക്കും എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കരുതെന്നല്ല. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ മതി. കർത്താവ് അത് കൊണ്ടുപോകും. ആ കർത്താവിൻ്റെ വിലപ്പെട്ട പാദപീഠത്തിൽ അമർന്നിരിക്കുന്നവർ ഒരിക്കലും, അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചില്ലെന്ന് വായിക്കും. ഒരിക്കലും ലജ്ജിച്ചു പോയി. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ മനസ്സ് മടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിലോട്ട് വാ. ഇത് നോക്കിയേ. പിന്നീട് അവൻ്റെ കൂടെ സഞ്ചരിച്ചില്ല. 67-ാം വാക്യം. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ പോകല്ലേ പത്രോസേ, ഞാൻ അതല്ലട്ടോ ഉദ്ദേശിച്ചത്. ഇതൊന്നും യേശുവിന് വിഷയമല്ല. കാരണം ഗ്രഹിക്കാത്തവൻ നിന്നിട്ട് കാര്യമില്ല. യേശുവിനെ മനസ്സിലാക്കാതെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ മാർഗത്തിൽ വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ കഴിയുമ്പോൾ പറയും, ഞങ്ങൾ കുറേ നാളായി പ്രാർത്ഥനയ്ക്ക് വന്നു, ഒരു മറുപടിയില്ല. പിന്നീട് അവർ മടുക്കും. പ്രാർത്ഥനയ്ക്ക് ഞായറാഴ്ച ഏതായാലും ഒരു സെമിത്തേരിയും ചർച്ചും ഉള്ളത് കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഈ കണ്ണൂരാട്ടെ ഒരിക്കലേ ഒരു നോട്ടീസ് തന്നെ ഒരു വേറെ ദേവദാസം കാണിച്ചു. അതേ കണ്ണൂർ ആ കാസർഗോഡൊക്കെ കൺവെൻഷന് അവർ കൊടുക്കുന്നത്, അതായത് കൺവെൻഷൻ പൊതുയോഗം, ഇന്നയാൾ പ്രസംഗിക്കുന്നു, താഴെ കൺവെൻഷനാണ്, സുവിശേഷം, താഴെ എഴുതിയിരിക്കുന്നു സിമിട്രി അറ്റാച്ച്ഡ് സഭ, സിമിത്തേരി ഉള്ള സഭയാണെന്ന്. അതായത് അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർ ചർച്ചയിൽ വരുള്ളൂ. കാരണം ചത്ത അവിടെ കുഴിച്ചിടും. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് സിമിത്തേരി ഉണ്ടോ? ഒരിക്കലും എൻ്റെ ചർച്ചയിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവ് വന്നപ്പോൾ പുള്ളിക്കാരൻ അച്ചായൻ പറഞ്ഞു, നിങ്ങൾക്ക് സിമിത്തേരി ഉണ്ടോ? ഞാൻ പറഞ്ഞു സിമിത്തേരി ഉണ്ടെന്ന് മാത്രമല്ല, അച്ചായൻ ഇന്ന് ചത്തായം കുഴിച്ചിടാന്ന് പറഞ്ഞു. പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. കാരണം മരിക്കാൻ വേണ്ടിയാണോ സഭയിൽ വരുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ സഭയിലോട്ട് ഓരോ ജീവനും സമൃദ്ധിയായ ജീവനുമാണ്. ഇത് സിമിത്തേരിക്ക് വേണ്ടിയുള്ള ചർച്ചല്ല. ഇത് പിള്ളേരെ കെട്ടിച്ചു വിടുന്ന ഒരു മാർഗവുമല്ല. എന്നാലോ ആർക്കുമില്ലാത്ത വിവാഹ ഭാവിയും ആർക്കുമില്ലാത്ത സൗഖ്യവും സമാധാനവും എല്ലാം ദൈവരാജ്യത്തിലാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നമുക്കാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഇത് ആസ്വദിച്ചവർ ഇത് വിട്ട് മാറില്ല. കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? അതിന് അവർ പറഞ്ഞത്, ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് കർത്താവ്, 12 പേരോട് നിങ്ങളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആശ്വാസമായി. അതല്ല യേശു പറഞ്ഞു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. കാട്ടിയായിട്ട് അടിക്കുകയാണ്. നിങ്ങളിൽ ഒരുത്തൻ എന്നാ ആളുടെ പേരങ്ങോട്ട് പറഞ്ഞാൽ അവൻ്റെ തലമണ്ടയിൽ എല്ലാവരും കയറിക്കോളും. ഇത് നിങ്ങളിൽ 12 പേരിൽ ഒരുത്തൻ. അതിൻ്റെ അർത്ഥം പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി തന്നെ കർത്താവ് അങ്ങോട്ട് പറയുക. അങ്ങനെ ഒരു കോംപ്രമൈസും വേണ്ട. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മാനവജാതിയെ രക്ഷിക്കാനാണ്. ആ രക്ഷ എന്തായാലും നടക്കും. എൻ്റെ രാജ്യം ഒരിക്കലും തോറ്റുപോകില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം ജയിക്കില്ല. നിങ്ങൾ പോയാൽ അടുത്തയാളെ കർത്താവ് തരും. ദൈവവേല ചെയ്യുന്ന ഓരോരുത്തരും അറിയണം, ഈ ധൈര്യം, ഈ വെളിപ്പാട്, ഈ പ്രത്യാശ
നമുക്കില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ക്ഷാവരപ്പിക്കും. അവരില്ലെങ്കിൽ ചർച്ചിലെ കാര്യം നടക്കില്ല. അവരാണ് എല്ലാം. ചുമ്മാതാ. എല്ലാവരും പോയാലും ദൈവരാജ്യത്തിന് കേടുവരില്ല. കർത്താവിൻ്റെ ദാസനായ അല്ലെങ്കിൽ സ്നാപയോനാൻ പറഞ്ഞു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നും പറഞ്ഞിരിക്കുകയാണോ? അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ഈ കല്ല് മതി, നീ കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കും. പേടിക്കരുത് ഒരിക്കലും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആരെല്ലാം നമ്മളെ സഹായിച്ചില്ലെങ്കിലും പലപ്പോഴും ചർച്ചിലെ പല കാര്യങ്ങളും നടക്കാതെ പോകാറുണ്ട്. എങ്ങനെ? ചെയ്യാനായിട്ട് ദൈവം കൊണ്ടുവന്നവർ ചെയ്യാതെ വരുമ്പോൾ കാര്യങ്ങൾ നടക്കൂല. സാമ്പത്തിക കാര്യങ്ങളും മറ്റു പല കൈത്താങ്ങലുകളും ഞാനങ്ങനെ നീണ്ട വർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ചെയ്യേണ്ടവർ ചെയ്യില്ല, എന്നാൽ ദൈവത്തിൻ്റെ ഒരു വിലയും കുറയുന്നില്ല. എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നടത്തും. ചെയ്യാൻ വിളിച്ചവർ ചെയ്യാതിരിക്കുമ്പോഴും യഹൂദന് എവിടെ നിന്നെങ്കിലും ഒരു ഉദ്ധാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലും ഒരു വഴി തുറക്കും. അതായത് ഒരിക്കലും നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ആരെയും വിശ്വസിച്ച് ഒന്നും ചെയ്യരുത്. കർത്താവിനെ മാത്രം വിശ്വസിച്ച്. നിങ്ങൾ ഒന്നിനെയും പേടിക്കരുത്. നിങ്ങളെ വിളിച്ചത് കർത്താവാണോ? ഇന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ആരും വേണ്ട. നിങ്ങൾക്ക് പോകാൻ മനസ്സാണോ? ഇല്ല, ഞങ്ങളെവിടെ പോകാനാണ് കർത്താവേ? നിന്റെ അടുക്കലാണ് നിത്യജീവൻ. അതിന് കർത്താവ് പറയണത് നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഇത് കേട്ടാൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ പോകാമെന്നെങ്കിലും തീരുമാനിച്ച. ഇത് പാവങ്ങൾ. അവരോട് കർത്താവ് പറയാണ് നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനെ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാൻ ഉള്ളവനായി. യേശു നേരിട്ട് പറഞ്ഞു? ഇല്ല, പേരൊന്നും പറഞ്ഞില്ല. ഞാനാണീ പറഞ്ഞാന് ആളെ പറയില്ല, തൊട്ട് കാണിക്കാന്നെങ്കിലും പറഞ്ഞ. കർത്താവ് അതും പറഞ്ഞില്ല. നിങ്ങളിൽ ഒരുത്തൻ. എല്ലാം കഠിനമാണ്. എന്നിട്ട് യേശുവിൻ്റെ അടുത്തൊന്നും പോയില്ല. അതായത് എത്ര കഠിനമായ കാര്യങ്ങൾ യേശുവിലൂടെ വന്നാലും യേശു വിളിച്ചവർക്ക് യേശുവിനെ വിട്ടു പോകാൻ കഴിയില്ല. അവർ യേശുവിനെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം നയിച്ചു. അതുകൊണ്ട് അവർ അപ്പോസ്തലന്മാരായി ഭൂമിയെ കീഴ്മേൽ മറിച്ചു. ആര് പോയാലും പരാജയപ്പെടുന്നതല്ല സഭ. ഞാനില്ലെങ്കിൽ, നീ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ കൂടിയാണ്. നിങ്ങളൊക്കെ കൂടണ്ട. യേശു തൻ്റെ സഭയെ പണിയും. ഞാൻ നിന്നാൽ എനിക്ക് അനുഗ്രഹം, നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം. കർത്താവിനെ അങ്ങനെ സഹായിക്കാനൊന്നും പോണ്ട. കർത്താവിൻ്റെ സഹായമൊക്കെ മേടിച്ച് മര്യാദക്ക് ജീവിച്ചാൽ മതി. കർത്താവിൻ്റെ രാജ്യം നീയായിട്ട് പണിയണ്ട, യേശു പണിയും. നമ്മൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. ആ ഒരു പദവി നമുക്ക് തന്നതിന് നമ്മൾ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ, ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ മതി. കർത്താവിന് ആരുടെ ആവശ്യമില്ല. കഴിഞ്ഞിടക്ക് ഒരു ദേവദാസൻ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞതുപോലെ, അതായത് മഹാഭാരതത്തിൽ യേശുവിനെ കുറിച്ച് ഇന്നിന്ന കാര്യങ്ങൾ പറയുന്നു, പ്രജാപതി ക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പുസ്തകത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് ഉള്ള വാക്യങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വരികയാണ്. യേശുവിനെ കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയും. അപ്പോൾ ഒരു പ്രൊഫസറായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞത്, യേശുവിന് ഊന്നുവടിയുടെ ആവശ്യമില്ല. അതായത് വേറെ പുസ്തകത്തിൽ നിന്നൊന്നും യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട. ബൈബിളിൽ നിന്ന് തന്നെ വിശ്വസിച്ച് ചെയ്യാനുള്ളത് ബൈബിളിലുണ്ട്. ആ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നു, അങ്ങനെ ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തി, അതിനകത്ത് ഇങ്ങനെ പറയുന്നു. പിന്നെ ഹാനോക്ക് എന്ന ദൈവദാസനെ കുറിച്ച് യൂട്യൂബിൽ കിടപ്പുണ്ട്. നീ ഇതിൻ്റെ ഒന്നും പറയാൻ പോകണ്ട, നീ വേദപുസ്തകം വായിച്ച് വിശ്വസിക്കുക. ബൈബിളിന് അപ്പുറത്തോട്ട് യേശുവിനെ സഹായിക്കാനൊന്നും പോകണ്ട. നീ വേദപുസ്തകം വിശ്വസിച്ചാൽ മതി. ഒരു ഊന്നുവടിയില്ലാതെ നേരെ നിൽക്കാൻ യേശുവിൻ്റെ സഭയ്ക്ക് ശക്തിയുണ്ട്. വിശ്വസിക്കുക. യേശു ധൈര്യശാലിയാണ്. ആ യേശുവിൻ്റെ മക്കളാണ്. യേശു തിരഞ്ഞെടുത്താണോ നിങ്ങൾ നിലനിൽക്കും. നിങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, ഒരു ഊന്നുവടിയുടെ ആവശ്യമില്ല, ആരുടെ സഹായം വേണ്ട. ഒറ്റക്ക് കർത്താവിൻ്റെ മുഖത്തോട് നോക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ധൈര്യപ്പെടും. പ്രാർത്ഥിക്കാം.
യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ടവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. വിശ്വാസത്തിൻ്റെ നായകനെ, പൂർത്തി വരുത്തുന്നവനുമായ യേശുവേ, ഈ മക്കൾ അങ്ങയെ നോക്കി ഇറങ്ങിയവരാണ്. ഇവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, മടുപ്പിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന എല്ലാ പിശാചിൻ്റെ പ്രവർത്തികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കും. ഇവരുടെ ധൈര്യം, വിശ്വാസം, പ്രതീക്ഷ മുഴുവൻ കർത്താവിലാകട്ടെ. യേശുവിലുള്ള സൗഖ്യം, യേശുവിലുള്ള വിടുതൽ ഈ മക്കൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പ്രാപിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഈ മക്കളിലേക്ക് വരട്ടെ. കർത്താവിനോട് ചുറ്റിപ്പറ്റി മാത്രം നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നാളെ നമുക്ക് രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. ഈ സത്യങ്ങൾ നേരിട്ട് വന്ന് കേട്ട് പ്രാപിച്ച് ബലപ്പെടാനും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനും താല്പര്യമുള്ളവർ വരിക. സഭായോഗത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും സമയമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരുന്ന തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ എന്നുള്ള ഈ പ്രാർത്ഥന വീണ്ടും തുടരുന്നതാണ്. ഈ മീറ്റിങ്ങിനെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ധാരാളം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയുടെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.